Hi students, welcome back. Today we are going to discuss reflecting telescope. First one, Newtonian reflecting telescope. Okay, the first reflecting telescope was set up by Newton in 1668 as shown in the figure. It consists of a large concave mirror of large focal length as the objective, made of an alloy of copper and tin. Okay, it consists of a concave mirror of large focal length that is used as objective. It is made of an alloy of copper and tin. ഇതാണ് നമ്മുടെ ലാർജ് കോൺകേവ് മിറർ. ഇതിന് ലാർജ് ഫോക്കൽ ലെന്ത് ഉണ്ട്. ഇതാണ് ഒബ്ജക്റ്റീവ്. ഇത് അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിന്നിൽ നിന്നാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ദി ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യും. ഓക്കെ, എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ദി ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ് ബിഫോർ ദിസ് റേസ് ആർ ഫോക്കസ്ഡ് അറ്റ് എഫ്. ഈ എഫിൽ ഫോക്കസ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണല്ലോ, പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണല്ലോ. അപ്പോൾ അത് ഫോക്കസിൽ വന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ബിഫോർ ദി റേസ് ആർ ഫോക്കസ്ഡ് അറ്റ് എഫ്, എ പ്ലെയിൻ മിറർ inclined at 45 degree intercept them and turn them towards an eyepiece adjusted perpendicular to the axis of the instrument. കണ്ടോ, ഇവിടെ വന്ന് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലെയിൻ മിറർ ഈ വരുന്ന റേ ഓഫ് ലൈറ്റിനെ എന്ത് ചെയ്യും? ഐ പീസിൻ്റെ അടുത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കും. A plane mirror inclined at 45 degree intercept them and turn them towards an eyepiece adjusted perpendicular to the axis of the instrument. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഐ പീസ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു, കോൺകേവ് മിററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തു, എന്നിട്ടത് ഫോക്കസിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ. ഇതെന്ത് ചെയ്യും? ഈ വരുന്ന റേസിനെ, ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഐ പീസിൻ്റെ അടുത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കും. ഓക്കെ, ദി ഐ പീസ് ഫോംസ് എ ഹൈലി മാഗ്നിഫൈഡ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഓഫ് ദി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. അപ്പം ഈ ഐ പീസാണ് forms a highly magnified virtual and erect image of the distant object. Distant objectൻ്റെ ഒരു ഇറക്റ്റ് ഇമേജ്, ഹൈലി മാഗ്നിഫൈഡ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഓഫ് ദി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്യിപ്പിക്കും. ഓക്കെ, ന്യൂട്ടോണിയൻ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക, ഡയഗ്രാം കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് Cassegrain reflecting telescope. It consists of a large concave paraboloidal mirror. This is large concave paraboloidal mirror. That is the primary mirror having a hole at its center. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ഇതാണ് പരാബോളോയിഡൽ ഒബ്ജക്റ്റീവ് മിറർ എന്ന് പറയുന്നത്. ഇത് കോൺകേവ് മിററാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്. There is a small convex mirror. Okay, that is known as secondary mirror near the focus of the primary mirror. Primary mirrorൻ്റെ ഫോക്കസിനടുത്താണ് അത് വെച്ചിരിക്കുന്നത്. ഐ പീസ് is placed on the axis of the telescope near the hole of the primary mirror. പ്രൈമറി മിററിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിനടുത്ത് നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ ആക്സിസിലാണ് ഐ പീസ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റീവ് പരാബോളോയിഡൽ കോൺകേവ് മിറർ. അതിൻ്റെ സെൻറ്ററിലൊരു ഹോളുണ്ട്. ഇതാണ് സെക്കൻഡറി മിറർ എന്ന് പറയുന്നത്. ഇത് കോൺവെക്സ് മിററാണ്. ദാറ്റ് ഈസ് നിയർ ദ ഫോക്കസ് ഓഫ് ദ പ്രൈമറി മിറർ. ഇതാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആക്സിസ് ഓഫ് ദ ടെലിസ്കോപ്പാണ്, നിയർ ദ ഹോൾ ഓഫ് ദ പ്രൈമറി മിറർ. The parallel rays from the distant objectil നിന്ന് വരുന്ന parallel rays are reflected by the large concave mirror. Primary mirror അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. Before these rays come to focus at F, എന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് ഫോക്കസിൽ വന്നാണ് കൺവേർജ് ചെയ്യേണ്ടത്.
പക്ഷേ ഫോക്കസിൽ വന്ന് കൺവേർജ് ചെയ്യുന്നതിന് മുമ്പ് ദേ ആർ റിഫ്ലക്റ്റഡ് ബൈ ദ സ്മോൾ കോൺവെക്സ് മിറർ ആൻഡ് കൺവേർജ് ടു എ പോയിൻ്റ് ഐ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഹോൾ. കണ്ടോ? ഇപ്പോൾ ഈ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നിട്ട് നമ്മുടെ പ്രൈമറി മിററിൽ വന്നിട്ട് പ്രൈമറി മിറർ നമ്മുടെ കോൺകേവ് മിററിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി ഫോക്കസിൽ കൺവേർജ് ചെയ്യുന്നതിന് മുമ്പ് കോൺവെക്സ് മിറർ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കൺവേർജ് ടു എ പോയിൻ്റ് ഐ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഹോൾ ഓഫ് ദ പ്രൈമറി മിറർ. ഓക്കെ, ദ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഐ. ഇവിടെയാണ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്ന ഐയിൽ. ദാറ്റ് ഈസ് വ്യൂഡ് ത്രൂ ഐ പീസ്. ഐ പീസിലുള്ള ഫൈനൽ ഇമേജിനെ വ്യൂ ചെയ്യാൻ പറ്റും. ആസ് ദ ഫസ്റ്റ് ഇമേജ് അറ്റ് എഫ്, ഫസ്റ്റ് ഇമേജ് അറ്റ് എഫ് ഈസ് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. ഈ എഫിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. ആൻഡ് ദി സെക്കൻഡ് ഇമേജ് ഐ ഈസ് എറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഇമേജ്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ? ആസ് ദ ഫസ്റ്റ് ഇമേജ് അറ്റ് എഫ് ഈസ് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ദി സെക്കൻഡ് ഇമേജ് അറ്റ് ഐ is erect with respect to the first image at F. Hence the final image is inverted with respect to the object. Okay, so the final image is inverted with respect to the object. അപ്പോൾ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് അറ്റ് എഫിലാണ് ഫോം ചെയ്യുന്നത്. അത് ഇൻവേർട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ആൻഡ് ദി സെക്കൻഡ് ഇമേജ് ഐ എന്ന് പറഞ്ഞ് എറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഇമേജ്. ഫസ്റ്റ് ഇമേജിന് വെച്ച് നോക്കുമ്പോൾ അത് എറക്റ്റ് ആയിരിക്കും. Okay, and hence the final image is inverted with respect to the object. Okay. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് എഫിലാണ്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് ഇത് ഫൈനൽ ഇത് as the first image at F is inverted with respect to the distant object. ഓക്കെ, അപ്പം ഈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇത് ഇറക്റ്റ്. ഇതെങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇതിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻവേർട്ടഡ് പൊസിഷനായിരിക്കും. ഇതെങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇതിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇതിൻ്റെ ഇൻവേർട്ടഡ് ഇതുപോലെ തന്നെ ഇറക്റ്റ് ഇതിവിടെ എന്നിങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ തന്നെ ഇതിവിടെ ഇരിക്കും. അപ്പം ഇതിൻ്റെ ഇൻവേർട്ടഡ് പൊസിഷൻ ആയിരിക്കും മറ്റ് ഐയിൽ. ഓക്കെ, ദെൻ F0 be the focal length of the objective and FE is the focal length of the eyepiece. For the final image is formed at the least distant of distinct division, then M is equal to F0 by F into 1 plus FE by D. For the final image is formed at infinity, M is equal to F0 by FE, that is equal to F0 is equal to R by 2 divided by FE. Okay. The next advantages of reflecting type telescope, that is an important topic. What are the advantages of reflecting type telescope? A concave mirror of large aperture has high gathering power and absorb very less amount of light than the lenses of large apertures. The final image formed in reflecting telescope is very bright, so even very distant or faint stars can be easily viewed. അപ്പോൾ നമ്മുടെ റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കോൺകേവ് മിറർ ഓഫ് ലാർജ് അപ്പർച്ചറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഹൈ ഗാദറിംഗ് പവർ ഉണ്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്യുന്നത് വെരി ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് ദാൻ ദ ലെൻസസിനെ അപേക്ഷിച്ച് റിഫ്രാക്റ്റിംഗ് ടൈപ്പിനകത്ത് ലെൻസസാണ് യൂസ് ചെയ്യുന്നത്. ലാർജർ അപ്പർച്ചറും ആയിരിക്കും ആ ലെൻസിന്. അതേസമയം റിഫ്ലക്റ്റിംഗ് ടൈപ്പിനകത്ത് മിററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺകേവ് മിറർ ആകുമ്പോൾ അതിന് ഹൈ ഗാദറിംഗ് പവർ ഉണ്ട്. അപ്പോൾ അത് ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ആയിരിക്കും ആൻഡ് അബ്സോർബ് വെരി ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ദാൻ ദ ലെൻസസ് ഓഫ് large aperture.
പിന്നെ അതുപോലെ തന്നെ ഫൈനൽ ഇമേജ് ഫോംഡ് ഇൻ റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. സോ ഈവൻ വെരി ഡിസ്റ്റൻറ്റ് ഓർ ഫെയിൻറ്റ് സ്റ്റാർസ് ക്യാൻ ബി ഈസിലി വ്യൂഡ്. അതുകൊണ്ട് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അതുപോലെ ഫെയിൻറ്റ് സ്റ്റാർസിനെയൊക്കെ ഈസി ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ടൈപ്പ് ടെലിസ്കോപ്പിനകത്ത് കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത്. ആ കോൺകേവ് മിററിന് ലാർജ് അപ്പേർച്ചറുണ്ട്, അതിന് ഹൈ ഗാദറിംഗ് പവർ ഉണ്ട്. സോ ഇറ്റ് അബ്സോർബ് വെരി ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ദാൻ ദി ലെൻസസ് ഓഫ് ലാർജ് അപ്പേർച്ചേഴ്സ്. The final image formed in reflecting telescope is very bright. So, even very distant or faint stars can be easily viewed. Then second one, due to large aperture of the mirror used, the reflecting telescope has high resolving power. Okay, larger aperture, mirror larger aperture ഉള്ളത് കൊണ്ട് the reflecting telescope has high resolving power. ഓക്കെ, ആസ് ദ ഒബ്ജക്റ്റീവ് ഈസ് എ മിറർ ആയതുകൊണ്ട് ലെൻസ് അല്ല, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ക്രൊമാറ്റിക് അബ്രേഷൻ. ക്രൊമാറ്റിക് അബ്രേഷൻ മീൻസ് കളേർഡ് ഇമേജ് ഓഫ് എ വൈറ്റ് ഒബ്ജക്റ്റ്. വൈറ്റ് ഒബ്ജക്റ്റിന് കളേർഡ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകും, അതാണ് ക്രൊമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത്. അതൊന്നും ഉണ്ടാകില്ല, മിററിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ആസ് ദി ഒബ്ജക്റ്റീവ് ഈസ് എ മിറർ ആൻഡ് നോട്ട് എ ലെൻസ്, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ക്രൊമാറ്റിക് അബ്രേഷൻ. The use of parabolic mirror reduces the spherical aberration. Spherical aberration means blurred image ആയിരിക്കും. Formation of non-points blurred image of the point object. അപ്പോൾ chromatic aberration ഇല്ല, spherical aberration reduce ചെയ്യുന്നു. A mirror requires grinding and polishing of one surface only. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവായിരിക്കും. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന് നമുക്കറിയാം അതിനകത്ത് ലെൻസാണ്, അപ്പോൾ അതിന് രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മൾ പോളിഷൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇക്വലൻ്റ് ഒപ്റ്റിക്കൽ ക്വാളിറ്റിയുള്ള മിററാണ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ലെസ് കോസ്റ്റ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, എ ലെൻസ് ഓഫ് ലാർജർ അപ്പർച്ചർ ടെൻസ് ടു ബി വെരി ഹെവി ആയിരിക്കും. ദെയർഫോർ ഡിഫിക്കൽട്ട് ടു മേക്ക് ആൻഡ് സപ്പോർട്ട് ബൈ ഇറ്റ്സ് എഡ്ജസ്. ഭയങ്കര ഹെവി ആയതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് എ മിറർ ഓഫ് ഇക്വലൻ്റ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി വെയ്സ് ലെസ് ആൻഡ് ബി സപ്പോർട്ടഡ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ബാക്ക്. കണ്ടോ, ഇവിടെ സപ്പോർട്ട് കൊടുക്കാൻ ഈസി ആയിരിക്കും. ക്യാൻ ബി സപ്പോർട്ടഡ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ബാക്ക് സർഫസ് ആണ്. ഇതൊക്കെയാണ് advantages of reflecting type telescope over a refracting type telescope. That is very important topic, so you should study very clearly. Concave mirror of larger aperture ന് ഹൈ ഗാദറിംഗ് പവർ ഉണ്ട്, അതുകൊണ്ട് അത് അബ്സോർബ് ചെയ്യുന്നത് വെരി ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് വളരെ ബ്രൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വെരി ഡിസ്റ്റൻറ്റ് ആൻഡ് ഫെയിൻ സ്റ്റാർസിൻ്റെ ഇമേജൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ലാർജർ അപ്പർച്ചർ ഉള്ളത് കൊണ്ട് ഹൈ റിസോൾവിങ് പവർ ഉണ്ടായിരിക്കും. പിന്നെ മിറർ ആയതുകൊണ്ട് ക്രൊമാറ്റിക് അബ്രേഷൻ ഇല്ല, അതുപോലെ തന്നെ സ്പെറിക്കൽ അബ്രേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ മിററിൻ്റെ ഗ്രൈൻഡിങ്ങും പോളിഷിങ്ങും ഒരു സർഫസിൽ മതി, അതുകൊണ്ട് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. ലെൻസിന് ഭയങ്കര ഹെവിയാണ്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്. പക്ഷേ മിററിൻ്റെ കേസിൽ വെയ്റ്റ് ലെസ് ആയിരിക്കും, അതുകൊണ്ട് അതിൻ്റെ എൻറ്റയർ ബാക്ക് സർഫസ് വെച്ചിട്ട് ആൻഡ് ക്യാൻ ബി സപ്പോർട്ടഡ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ബാക്ക് സർഫസ്. ഓക്കെ സ്റ്റുഡൻസ്, റേ ഓപ്റ്റിക്സ് തിയറി പോർഷൻ കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി wave optics. Okay guys, study up to here. The remaining topics means that is wave optics we can start in the next class. Okay, bye.